മഴ മുന്നറിയിപ്പിൽ മാറ്റം. തൃശൂർ, എറണാകുളം ജില്ലകളിൽ കൂടിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നേരത്തെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മഴ മുന്നറിയിപ്പിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? അലർട്ടുകളിൽ എങ്ങനെയൊക്കെ മാറ്റം വിവിധ ജില്ലകളിൽ? രോഹിണി, 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ നൽകിയിരുന്ന മുന്നറിയിപ്പിൽ ഏതാണ്ട് രാവിലെ 6 മണി മുതൽ 1 മണി വരെയുള്ള സമയങ്ങളിൽ 5 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ, എറണാകുളം ജില്ലകളിലും കൂടിയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വയനാട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് നമുക്ക് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 29-ാം തീയതി വരെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. വരുന്ന മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വടക്കൻ മധ്യ കേരളങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നു. മലയോര മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി വീശുന്ന പ്രതിഭാസത്തിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഈ രാജസ്ഥാന് സമീപമായിട്ട് നിലകൊള്ളുന്ന ചക്രവാത ചുഴിയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ തെക്കൻ തീരങ്ങളിലും ഇത്തരത്തിലൊരു ഒഡീഷ തീരത്തും ചക്രവാത ചുഴിക്കൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ മുതലും മഴ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിൽ ഫോർകാസ്റ്റിൽ മാറ്റം വന്നാൽ ഈ പറയുന്ന ജില്ലകൾ റെഡ് അലർട്ടായിട്ട് മാറാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസമാണ് കൂടുതലായി കണ്ടുവരുന്നത്. 311.9 മീറ്റർ മഴ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള കാറ്റ്, വേലിയേറ്റം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ വേലിയേറ്റ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം വെളുപ്പിന് 2 മണി മുതൽ രാവിലെ 11 മണി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റി, റവന്യൂ വകുപ്പ്, ജില്ലാ ഭരണകൂടങ്ങളൊക്കെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.